ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഫ്രൈഡേ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാജരാജേശ്വരി ടെമ്പിളിലൊന്ന് പോകാമെന്ന്. തന്നെയായിരുന്നു കേട്ടോ പോയത്. പോകുന്ന വഴി ജിജോ ഡ്രോപ്പ് ചെയ്തു, എന്നെ ബസ് സ്റ്റോപ്പ് മെട്രോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. അവിടെ നിന്ന് ഞാൻ തന്നെ പോയി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ട്രൈ ചെയ്തു. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് എല്ലാം കൂടി പറ്റിയില്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. ഒരിക്കൽ ഞാനും ഷീബയും കൂടി പോയ വീഡിയോ ഞങ്ങൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇതിൽ. അന്ന് പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സമയമെടുത്ത് അവിടുത്തെ ചടങ്ങുകളൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അകത്ത് എന്തായാലും വീഡിയോ നമുക്ക് പ്രവേശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്തുള്ള വ്യൂസൊക്കെ ഞാൻ എടുത്തു കേട്ടോ. അവിടെ വെള്ളിയാഴ്ച പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നാരങ്ങത്തിരി കത്തിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കും ചെറിയ ഒരു ചിരാത് കത്തിക്കാൻ ഞാൻ പുറത്തുനിന്ന് മേടിച്ചു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്ന് കത്തിക്കാൻ നോക്കുമ്പോൾ മാച്ച് ബോക്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു ചേച്ചി വന്ന് അവർ തന്നെ കത്തിച്ചൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ അകത്ത് കയറി. അകത്തപ്പോൾ ഈ ആരതി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു ട്രെയിൽ വെക്കണം കേട്ടോ. പിന്നീട് ഞാൻ അകത്ത് കയറിയിട്ട് തൊഴുത് നല്ലോണം പ്രാർത്ഥിച്ചു. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അവിടെ ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുന്നുണ്ട്. ഫ്രൈഡേ അത് സ്പെഷ്യലാട്ടോ. അത് കുറച്ച് നേരം നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ലേഡീസ് ഇങ്ങനെ തിരി കത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന കണ്ടു കേട്ടോ. അതും കുറേ നേരം നിന്ന് കണ്ടു. അപ്പോൾ 2 ചേച്ചിമാർ അവിടെ നിന്ന് ഇരുന്നിട്ട് ഇങ്ങനെ തിരി കത്തിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തണ കണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ കുറച്ച് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ എടുത്തോളൂ എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവരോട് ഞാൻ ഡൗട്ടൊക്കെ ചോദിച്ചപ്പോൾ അവർ കന്നഡയിൽ തന്നെ പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു മലയാളിയാ, എനിക്ക് കന്നഡ കുറച്ചേ അറിയുള്ളൂ, അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞു. അവർ ഭയങ്കര ಮಂಗಳವಾರ ಶುಕ್ರವಾರ ಆಮೇಲೆ ಭಾನುವಾರ ಓಕೆ ಈ ತರ ಭಾನುವಾರ ಸಂಡೇ ಈವ್ನಿಂಗ್ ಬೆಳಗ್ಗೆನೂ ಮಾಡ್ತಾರೆ ಮಾಡುವಂತರು. ಸಂಡೇ ಜಾಸ್ತಿ ಜನ ಬರ್ತಾರೆ, ಅದು ಹಾಲಿಡೇಸ್ ಇರುತ್ತಲ್ಲ ಹಾಗಾಗಿ. ಫ್ರೈಡೇ ಬೆಳಗ್ಗೆನೆ ಜಾಸ್ತಿ. ಮಂಗಳವಾರ 2 ಮುಂಚೆ ಎಲ್ಲ ಈ ಕಡೆ ಫುಲ್ ಬರ್ತಾರಲ್ವಾ? ಹೌದು, ತುಂಬಾ ರಶ್ ಇರುತ್ತೆ. ಇವಾಗ ಅಷ್ಟೇ ಇಲ್ವಾ? ಇಲ್ಲ, ಈಗಲೂ ಇದೆ, ಈಗಲೂ ಇದೆ. ಅದು ಇವಳು ಯಾವಾಗಲೂ ಜನ ಕರೀತಾಳೆ ಇವಳು. ಹೌದಾ? ಆದ್ರೆ ಕನ್ನಡ ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತಾರೆ. 23 ಇಯರ್ಸ್ ಆಯ್ತು. ನಮ್ಮ ಹಿಂದೂ ಹೌದು, ಗೊತ್ತು. ಮಲಯಾಳಿ ಫ್ರೆಂಡ್ ನಮ್ಮನೇಲಿ ಬಾಡಿಗೆ ಇದ್ದಾರೆ. ಹೌದಾ? ಕೃಷ್ಣರಾಜ್ ಅಂತ. ನಾವು ಕೇರಳಕ್ಕೆ ಬಂದಿದ್ವಿ ಮದ್ವೆಗೆ. ಓಕೆ. ನಿಮ್ಮ ಫ್ರೆಂಡ್ ಅವರು 15 ವರ್ಷದಿಂದ ಪರಿಚಯ. ಈ ತರ ಉಲ್ಟಾ ಮಾಡಬೇಕು. ಓಕೆ, ಗೊತ್ತಲ್ಲ? ಇದಕ್ಕೆ ಅರ್ಶಿನ ಕುಂಕುಮ ಇಟ್ಟು ಆಮೇಲೆ ತುಪ್ಪದ ಬತ್ತಿ ಮಾಡ್ಕೊಂಡು ಬಂದು ತುಪ್ಪದ ಬತ್ತಿ ಹಾಕಿ ಅರ್ಶಿನ ಕುಂಕುಮ ಎಲ್ಲ ಹಚ್ಚಿ ತುದಿಗೆ ಬತ್ತಿ ತುದಿ ಅರ್ಶಿನ ಕುಂಕುಮ ಅಲ್ಲಿ ಆ ಕಡೆ ಹೋಗಿ ಬೆಳಗ್ಬೇಕು. ನಮ್ದು ಕೋರಿಕೆ ಏನಿದೆಯೋ ಕೇಳ್ಕೊಂಡು ಬೆಳಗ್ಬಿಟ್ಟು ಅಲ್ಲಿ ಆ ಕಡೆ ಸೈಡಲ್ಲಿ ಜಾಗ ಇದೆ ಇಡೋದಕ್ಕೆ. ಅದೆಲ್ಲ ಚೆನ್ನಾಗೆಲ್ಲ ಆರೋದ್ಮೇಲೆ ಅದನ್ನ ಡಸ್ಟ್ಬಿನ್ ರಿಮೂವ್ ಮಾಡ್ತಾರೆ. ಇದು ಬೆಲ್ಲದ ಆರತಿನೂ ಮಾಡ್ತಾರೆ. ಬೆಲ್ಲದ ಆರತಿ ಮಾಡಿದ್ರೆ ಅದನ್ನ ಹಸುಕ್ ಕೊಡ್ತಾರೆ ಆದ್ಮೇಲೆ ಅವ್ರು ಎತ್ಕೊಂಡು. ಇದು ಪೂಜಾ ಏನೋ ಎಲ್ಲ ಕಡೆ ಎಲ್ಲ ದಿನ ಮಾಡ್ತಾರಾ? ಪೂಜೆ ಬೆಳಗ್ಗೆ ಸಾಯಂಕಾಲ 2 ಟೈಮ್ಸ್ ಆಕ್ಟಿಂಗ್. ಇದು ಕೌಂಟ್ ಏನು ಇದೆಯಾ? ಎಷ್ಟು ಬೇಕು? ಕೆಲವರು 1ರಿಂದ 2 ಮಾಡ್ತಾರೆ, 2 ಇಂದ 4 ಮಾಡ್ತಾರೆ. ಕೆಲವರು ನಾವು 9 ಕಂಟಿನ್ಯೂಸ್ ಆಗಿ 9 ಆ ಥರ ಮಾಡ್ತಾರೆ. ಕೆಲವರು 1 ಇಯರ್ ಮಾಡ್ತಾರೆ. ಎಷ್ಟು ದೊಡ್ಡ ತಟ್ಟೆಯಲ್ಲಿ ಫುಲ್ಲು ಇಟ್ಕೊಂಡು 1 ಇಯರ್ದು ಮಾಡ್ತಾರೆ. ಒಟ್ಟಿಗೆ 1 ಇಯರ್ ಒಟ್ಟಿಗೆ ಮಾಡ್ತಾರೆ? ಇಲ್ಲ, 1 ಇಯರ್ ಶುಕ್ರವಾರ ಮಾಡ್ಕೊಂಡು 1 ಇಯರ್ ಮಾಡ್ತಾರೆ ಕೆಲವರು. ನಮಗೆ ಹೆಂಗೆ ಇಷ್ಟನೋ. ಮುಂಚೆ ನಮ್ಮದು ಒಂದು ತಮಿಳ್ ಫ್ರೆಂಡ್ ಇದೆ, ಅವರು ರಿಟೈರ್ಡ್ ಆಗಿದೆ, ಊರು ಹೋಗಿದೆ. ಅವರು ಬರ್ತಾರೆ ನಮ್ಮ ಜೊತೆ, ಅವರು ಮಾಡ್ತಾರೆ. ಇದು ನಂಬಿಕೆ, ನಂಬಿಕೆ ಇಟ್ಕೊಂಡು ಮಾಡಿ ಒಳ್ಳೇದಾಗಿದೆ. ಅದೇ
അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ട്യൂസ്ഡേ ഫ്രൈഡേ ആണ് ഈ തിരി കത്തിക്കുന്ന ചടങ്ങ് അധികം കാണുന്നത്. പിന്നെ വർക്കിംഗ് ലേഡീസ് സൺഡേ വന്ന് കത്തിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ ചിലവരിങ്ങനെ പ്രാർത്ഥിച്ച് ഇത്ര ദിവസം ഇത്ര ആഴ്ചകളിൽ ചെയ്യാമെന്ന് പറയും, അങ്ങനെ പ്രാർത്ഥിക്കും. ചിലർ 1 ഇയർ വലിയ തട്ടത്തിലൊക്കെ ചിലർ കൊണ്ടുവന്ന് ഇങ്ങനെ നാരങ്ങാത്തിരി കത്തിക്കുന്ന ഒക്കെയാണ് അവർ പറഞ്ഞത്. അവർക്ക് ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ കന്നഡ സംസാരിക്കണ കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ അവർ താങ്ക് യു പറയായിരുന്നു എൻ്റെ അടുത്ത്, ഞങ്ങളുടെ ഭാഷ നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് പഠിച്ചല്ലോ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് മലയാളി ഫ്രണ്ട് ഉണ്ട്, അവരുടെ വീട്ടിലെ കല്യാണത്തിന് നാട്ടിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി സംസാരിച്ചു കേട്ടോ. ഭയങ്കര സന്തോഷമായി അവർക്കും, എനിക്കും ഭയങ്കര സന്തോഷമായി. 2 ചേച്ചിമാരെ കിട്ടിയല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അടുത്ത് തന്നെ വേറെ ലേഡീസ് ഇരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, വാദവരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചേച്ചിമാർ. അപ്പോൾ ഞാൻ അത് വീഡിയോ എടുക്കുന്നത് ഫുള്ള് അവർ അതെന്താ ചെയ്യണമെന്നുള്ളത്, അതായത് നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് നാരങ്ങയുടെ തൊലി ഇങ്ങനെ മലത്തിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നെയ്യ് വെച്ചിട്ട് തിരി കത്തിക്കും. അതിനു മുമ്പ് അവർ കുങ്കുമവും മഞ്ഞപ്പൊടിയും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കും, തൊടിയിച്ച് വെക്കും. എന്നിട്ട് ഇതിങ്ങനെ നാരങ്ങ തിരി വെച്ചിട്ട് പൂക്കളും വെച്ചിട്ട് ഈ തളിക അങ്ങനെ തന്നെ, അത് ഇതിൻ്റെ പാളയുടെ തളിക കേട്ടോ, അത് എടുത്തു കൊണ്ടുപോയി അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്താട്ടോ, ഫ്രണ്ട് ഭാഗത്ത് പുതിയ ഗോപുരത്തിൻ്റെ അവിടെയായിട്ട് കത്തിക്കും. കത്തിച്ചിട്ട് ദേവീനെ നോക്കി ആരതി ഒഴിയുകയാണ് ചെയ്യണത്.